ഈ പുഷ്പങ്ങൾ അങ്ങോട്ട് കൊടുത്തോളൂ. ഏട്ടനിതെന്ത് പറ്റി? ഇവക്ക് നവഗ്രഹ പൂജ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? ആനന്ദിന്റെ കൂടെ ഇരുത്തി തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇതിലൊരു കുഴപ്പവും കാണുന്നില്ല. രണ്ടുപേരും ജപിക്കുന്നത് ഒരേ മന്ത്രമല്ലേ? പല സ്ഥലങ്ങളിലും ഒത്തിരി പേർ ഒരുമിച്ചാണ് ഈ നവഗ്രഹ പൂജയിൽ പങ്കെടുക്കാറ്. അതറിയൂ നിങ്ങൾക്ക്? നീ ഇവിടെയും തുടങ്ങി. നിനക്കെന്താ ഇവിടെ പ്രശ്നം? വെറുതെ ആവശ്യമില്ലാത്തടത്തൊന്നും കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? അങ്ങോട്ട് പോയി നിൽക്ക്. ആ ചെല്ലേ. ഇനി രണ്ടുപേരും ചേർന്ന് കയ്യിലിരിക്കുന്ന പുഷ്പം അങ്ങോട്ട് അർപ്പിക്കുക. എങ്ങനെയെങ്കിലും ഈ നശിച്ചവളുടെ നവഗ്രഹ പൂജ മുടക്കാൻ നോക്കിയപ്പോ അവളെ ആനന്ദിനൊപ്പം ഇരുത്തി പൂജ ചെയ്യിക്കുന്നു. കൊള്ള, നീ പൂജ ചെയ്ത് തുടങ്ങിക്കോ. പക്ഷേ നീ ഇത് പൂർത്തിയാക്കില്ല. സമ്മതിക്കില്ല ഞാൻ. നിന്റെ ഈ യാഗം മുടക്കാൻ ഞാനിപ്പോ ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്തുവിടാൻ പോവാ. തടയാമെങ്കിൽ തടഞ്ഞു നീ. ആന്റി, ആന്റി, നിക്കവിടെ. എന്താടി? ആന്റി, ഞാനും വരുന്നു. ദേ, നിനക്കറിയോ, മതം പൊട്ടി നിൽക്കുന്ന ആനയാ ഞാൻ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് നിന്നില്ലെങ്കിൽ ചവിട്ടി താഴ്ത്തിക്കളയും ഞാൻ. നീ പോയി ആ പൂജ നടക്കുന്നിടത്ത് പോയി നിൽക്ക്. പോടി. സോറി മിസ്റ്റർ ധനപാലൻ, ഞാൻ നിങ്ങളുമായി ബിസിനസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇത്ര നാളും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പോളിസി മാറ്റണമെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കൊള്ളാം, ആനന്ദിന് രഹസ്യ കല്യാണം പോലും. വധു വീട്ടുജോലിക്കാരി. എടീ, എന്റെ മകന് രഹസ്യ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. ഈ നാടിളക്കുന്ന ഗ്രാൻഡ് കല്യാണമായിരിക്കും അത്. എന്റെ മകന്റെ കല്യാണത്തിന് നീ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കണ്ട. അതിന് കാശ് കൊടുത്ത് ഒന്നാം തരം ക്യാമറാമാൻമാരെ വരുത്തും ഞാൻ. ഇന്ന് പാക്ക് ചെയ്തോണം ഈ നശൂരത്തിനെ. ഗെറ്റ് ഔട്ട്. ഓടി പുറത്ത്. എഴുന്നേക്കടി. എന്റെ മകന്റെ മുന്നിലിരിക്കാനുള്ള ധൈര്യം എവിടുന്ന് വന്നു നിനക്ക്?
പാചകക്കാരുടെ ലിമിറ്റിനകത്ത് വേണം നടക്കാനെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നോ? ഇവളിരിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വേണ്ട വേണ്ട എന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ. ശിവരാമേട്ടനെ അത് സമ്മതിക്കാത്തത്. കല്യാണി, കമലേച്ചി, നീ എന്താ ഈ ലോകത്തൊന്നും അല്ലേ? കൊള്ളാം, പെട്ടെന്ന് റെഡിയാവ്, പോണ്ടേ നമുക്ക്? പോവാനോ? എവിടെ? അത് കൊള്ളാം. എവിടേക്കെന്നോ? കല്യാണത്തിന് ആവശ്യമായ ഡ്രസ്സും സ്വർണ്ണമൊക്കെ നിന്നെ വിളിച്ചോണ്ടുപോയി എടുത്തു കൊടുക്കാൻ മാഡം പറഞ്ഞത് മറന്നുപോയോ? മാഡം എന്നെ പറഞ്ഞു വിട്ടത്. പെട്ടെന്ന് റെഡിയാവ്, പോയിട്ട് വരാം. അതൊന്നും വേണ്ട ചേച്ചി, എനിക്കിപ്പോ സ്വർണ്ണവും ഡ്രസ്സൊന്നും വേണ്ട. ഉള്ളത് തന്നെ ധാരാളമല്ലേ? ഉള്ളത് തന്നെ ധാരാളോ? അതിന് നിന്റെയിലൊന്നും ഇല്ലല്ലോ. ഹലോ, എന്ത് പറ്റി കല്യാണി നിനക്ക്? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ നിനക്കിപ്പോ പ്രശ്നം? അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഞാനേതോ സങ്കല്പലോകത്താ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവരവരർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. മാഡം അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഞാൻ എന്റെ നില മറന്ന് പെരുമാറാൻ പാടില്ല. മനസ്സിലായി മനസ്സിലായി. ഇത് ഞാൻ എടുക്കാനിരുന്ന സാരി, എനിക്കിഷ്ടപ്പെട്ട നെക്ലസ്, വളകള്, ഇതെല്ലാം എങ്ങനെ ഇവിടെ വന്നു? മാഡം ആഗ്രഹിച്ചതൊക്കെ മാഡത്തിന് വേണ്ടി വാങ്ങിയത് ദേ അദ്ദേഹമാണ്. വലിയ കുഞ്ഞ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കല്യാണി, മനസ്സിന് ഇഷ്ടപ്പെട്ടത് മനസ്സിലിരുന്നാൽ മാത്രം പോരാ, അത് കയ്യിൽ വരണം. അപ്പോഴാ സന്തോഷം കിട്ടുന്നത്. വലിയ കുഞ്ഞ്, ഞാൻ നിർബന്ധിച്ച് ഷോപ്പിങ്ങിന് പറഞ്ഞു വിട്ടതുകൊണ്ട് നീ പേരിന് മാത്രം പർച്ചേസ് ചെയ്തു എന്ന് വരുത്തി തീർത്തു. നീ ആഗ്രഹിച്ചതൊക്കെ വില കൂടുതൽ കാരണം പർച്ചേസ് ചെയ്ത് മാറ്റി വെക്കുന്നു കമല എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അതാ ഞാൻ തന്നെ ഇങ്ങ് വന്നത്. ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ, അതാ ഞാൻ സാറിന് മെസ്സേജ് അയച്ചത്. കല്യാണിയും രാജീവ് നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ 2 കണ്ണുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് വാങ്ങിത്തന്നാലും അത് അധികമാവില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വാങ്ങിത്തരുമ്പോഴാ മനസ്സിനൊരു തൃപ്തി. കല്യാണി, നിനക്കറിയാലോ, നിന്നെയും ദാസേട്ടനെയൊക്കെ വീട്ടിലെ ജോലിക്കാരായിട്ടല്ല കണ്ടിട്ടുള്ളത്, തൃച്ചംബരത്തെ അംഗങ്ങളായിട്ട് തന്നെയാ. അമ്മ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ നിശ്ചയവും കല്യാണവും ഗ്രാൻഡ് ആയിട്ട് തന്നെ നടക്കും. അതിൽ ഒരു കുറവ് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ജോയ് സർ, കല്യാണി, ഇതെന്റെ വക ഒരു ഗിഫ്റ്റ്, വാങ്ങിച്ചോ. ഹേയ് കല്യാണി, വെറുതെ കരയരുത്. എപ്പോഴും ചിരിച്ച മുഖമായിരിക്കണം. രാജീവ് വരച്ച ഡിസൈനിലെ കണ്ണുകളെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഹലോ, ഓക്കെ, താങ്ക് യു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു പിച്ചക്കാരനെ കെട്ടി അവള് നരകയാതന അനുഭവിക്കുന്നത് എനിക്ക് കാണണം. ഐ ലവ് യു കല്യാണി, ലവ് യു സോ മച്ച്. കല്യാണിക്ക് ഇഷ്ടമായോ എന്നെ?